രാധേകർണൻ അധ്യായം 28. രാധേ, അവൻ അവന്റെ മാതാപിതാക്കളെ തേടി പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നമുക്ക് തടയുവാൻ സാധിക്കില്ല. അത് അവന്റെ അവകാശമാണ്. ഓരോ വ്യക്തികളുടെയും അവകാശമാണ് സ്വന്തം മാതാപിതാക്കൾ ആരെന്നറിയുന്നത്. അതവനിൽ നിന്ന് തട്ടിയെടുക്കുവാൻ നമ്മൾ ആരാണ്? നമ്മുടെ പുത്രൻ ഇപ്പോൾ അധർമ്മത്തിനോടൊപ്പമാണ് നിലനിൽക്കുന്നത്. അവനെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവൻ ആരെന്ന സത്യം അവൻ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സത്യം പറയുവാനുള്ള നിർണയമെടുത്തത്. നമുക്ക് സന്താന സൗഭാഗ്യമില്ലാതിരുന്നപ്പോൾ ഭാഗ്യമായി നമുക്കവനെ പ്രാപ്തമായി. നമ്മുടെ സ്വാർത്ഥതയുടെ പരിണിതഫലം അവൻ അനുഭവിക്കുന്നത് ഉചിതമല്ല രാധേ. അവൻ നമ്മെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വിധി എന്ന് കരുതി സമാധാനിക്കാം. ഇത്രയും നാൾ നാം അവനോടൊപ്പം ജീവിച്ചില്ലേ? നമുക്കത് മതി രാധേ. അവൻ തിരികെ വരികയാണെങ്കിൽ നാം അവനെ വീണ്ടും സ്വീകരിക്കുന്നതാണ്, പഴയതുപോലെ തന്നെ. എന്നാൽ എനിക്കിത് സഹിക്കുവാൻ കഴിയില്ല സ്വാമി. അവൻ ഒരു ഉന്നതകുല ജാതനായതുകൊണ്ട് അവൻ നമ്മുടെ വംശത്തെ ഉപേക്ഷിച്ച് അവന്റെ സ്വന്തം വംശത്തിലേക്ക് പോകുമോ? അവന് നമ്മെയും നമ്മുടെ വംശത്തെയും സ്വീകരിക്കാനാവില്ലേ സ്വാമി? ഇല്ല രാധേ, ഒരു ക്ഷത്രിയന് ഒരു സൂതവംശത്തിൽ കഴിയുക എന്നത് അസംഭവ്യമായ കാര്യമാണ്. കർണനെ സൂതപുത്രൻ എന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ അവന് ദുഃഖം വരുന്നതും ക്രോധിതനാവുന്നതും അതുകൊണ്ടാണ്. അവന്റെ ദൗർഭാഗ്യത്തിന് അവൻ നമ്മുടെ വംശത്തിൽപ്പെട്ടു. കർണന്റെ ദൗർഭാഗ്യം നാളെ സമസ്ത ആര്യവർത്തത്തിന് ദൗർഭാഗ്യമായി തീരുകയാണെങ്കിലോ രാധേ? അതാലോചിക്കുമ്പോൾ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുന്നു. നമ്മുടെ സ്വാർത്ഥത ഒരുപാട് ദുരന്തങ്ങൾ വരുത്തിവെച്ചാലോ എന്ന് ഞാൻ ഭയക്കുന്നു. ജീവിതകാലം മുഴുവനും അവഗണനയും അധർമ്മവും മാത്രമാണ് കർണന് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പുത്രന് അധർമ്മവും ധർമ്മവും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ജീവിതകാലം മുഴുവനും അവന് അധർമ്മം പ്രാപ്തമായതുകൊണ്ട് ധർമ്മത്തിൽ അവന് വിശ്വാസമില്ലാതായിരിക്കുന്നു. ധർമ്മത്തിലുള്ളവർ അവനോട് അധർമ്മം പ്രവർത്തിക്കുന്നു. അവന്റെ മാതാപിതാക്കൾ എന്ന നിലയിൽ നാം അവനെ സംരക്ഷിക്കേണ്ടതല്ലേ? അതുകൊണ്ടാണ് അവനോട് സത്യം തുറന്നു പറയാമെന്ന് പറഞ്ഞത്. സ്വാമി, ഒന്നുകൂടി ആലോചിക്കൂ. എനിക്ക് ഭയമാകുന്നു. നമ്മുടെ പുത്രൻ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് ജീവിക്കുവാൻ കഴിയില്ല. രാധയെ സമാധാനിപ്പിക്കുവാൻ അതിരഥന് വളരെയേറെ പരിശ്രമിക്കേണ്ടി വന്നു. വൃഷാലി എല്ലാം കേട്ടുകൊണ്ട് ചകിതയായി നിന്നു. അവൾ ഗൃഹത്തിലേക്ക് തിരികെ പോന്നു. ആ നിമിഷം മുതൽ കർണനിൽ നിന്ന് അകന്നു നിൽക്കുവാനാണ് അവൾ ആഗ്രഹിച്ചത്. തന്നേക്കാൾ ഉയർന്ന കുലത്തിൽ ജന്മമെടുത്തവനാണ് കർണൻ. ഇന്നല്ലെങ്കിൽ നാളെ അവൻ സ്വന്തം കുടുംബത്തെ പ്രാപ്തമാക്കും. അപ്പോൾ ഒരുപക്ഷെ തങ്ങളേവരെയും അവൻ മറന്നേക്കാം. ഒരു ക്ഷത്രിയന് ഒരു സൂതപുത്രയെ ഒരിക്കലും വിവാഹം ചെയ്യുവാൻ സാധ്യമല്ല. ഞങ്ങൾ ഇരുവർക്കും ഒരിക്കലും സന്തോഷം നിറഞ്ഞ ജീവിതം ഉണ്ടാവില്ല. രണ്ട് വംശവും തമ്മിൽ വളരെ വലിയ അന്തരമാണുള്ളത്. എന്നാൽ തനിക്ക് അവനെ മറന്ന് മറ്റൊരു പുരുഷനെ സ്വീകരിക്കുവാൻ സാധിക്കുമോ? തീർച്ചയായും താൻ ഈ ദുർവതിയെ സ്വീകരിച്ചേ മതിയാകൂ. കർണന് നല്ലൊരു ഭാവിയുണ്ട്. അത് താൻ കാരണം നശിക്കുവാൻ പാടില്ല. അവന്റെ മനസ്സിപ്പോൾ വേദനിച്ചാലും ഭാവിയിൽ അതുകൊണ്ട് അവന് സന്തോഷം പ്രാപ്തമാകും. വൃഷാലി തന്റെ പിതാവ് കൊണ്ടുവന്ന ആലോചന സമ്മതിക്കുവാൻ തന്നെ തീരുമാനിച്ചു. ഹൃദയത്തെ കഠോരമാക്കിക്കൊണ്ട് അവൾ ആ നിർണയമെടുത്തു. കർണനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന ആശങ്കയോടെ അവൾ ഇരുന്നു. രാജമാതാവ് കുന്തി ഒരു ദിനം വൃഷാലിയെ കാണുവാൻ ചെന്നിരുന്നു. അവളെക്കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കുവാൻ അവർ ശ്രമിച്ചു. അവളുടെ നിർമ്മല ഹൃദയത്തെ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞു. തന്റെ പുത്രൻ ഈ കന്യകയിൽ എന്തിനാണ് ഇത്ര താല്പര്യം കാണിക്കുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. കർണൻ അവരോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു. അവൾ നൽകിയ മോതിരം നഷ്ടപ്പെട്ടപ്പോൾ അതവൻ വീണ്ടെടുക്കുവാനായി സാഹസം കാണിച്ചതുമെല്ലാം അവർ അവളെ ബോധ്യപ്പെടുത്തി. അവർ പോകുന്നതിന് മുൻപ് അവളോട് അപേക്ഷിച്ചു കർണനെ സ്വീകരിക്കണമെന്ന്, അവന്റെ ഹൃദയത്തെ തകർക്കരുതേ എന്ന്. അവർ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ മനസ്സ് തകർന്നുപോയി. തനിക്കിനി ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാനാവില്ല. കർണൻ തന്നെ സ്നേഹത്താൽ ബന്ധിച്ചിരിക്കുന്നു. താൻ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ മറ്റാരെയും അവൻ സ്വീകരിക്കുകയില്ലെന്നല്ലേ പറഞ്ഞത്? അവന്റെ ആ വാക്കുകൾ സത്യമാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടിരുന്നു. അവന്റെ വാക്കുകളിലെ ദൃഢനിശ്ചയം തനിക്ക് മനസ്സിലാകും. തനിക്ക് കർണനെ എത്രയും പെട്ടെന്ന് തന്നെ കാണണം. രാധമ്മയുടെയും അതിരഥ പിതാവിന്റെയും വാക്കുകൾ അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. പക്ഷേ കർണന്റെ മാതാപിതാക്കൾ ആരായിരിക്കും? ആർക്കാണ് ഇത്രയേറെ ശ്രേഷ്ഠനായ പുത്രൻ ജനിക്കുക?
കർണനെ കാണണമെന്ന് പറഞ്ഞ് വൃഷാലി ഒരു സേവകന്റെ കയ്യിൽ സന്ദേശം കൊടുത്തയച്ചു. ആ സന്ദേശം കിട്ടിയ പാടെ കർണൻ വൃഷാലിയുടെ സമീപമെത്തി. വൃഷാലി, എന്തുണ്ടായി? എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചോ? കർണ, ഞാൻ നിന്നോടിപ്പോൾ പറയുവാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കേട്ടുകഴിഞ്ഞാൽ നിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. വൃഷാലി, നീ കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറയൂ. നമുക്കിടയിൽ ഒരു രഹസ്യമില്ലെന്നല്ലേ നീ പറയാറുള്ളത്? എന്തുണ്ടായാലും തുറന്നു പറയണമെന്ന് പറഞ്ഞില്ലേ? അതാ ഞാൻ പറയാൻ മുതിരുന്നത്. ഇത് കേൾക്കുമ്പോൾ നിനക്ക് വലിയ ദുഃഖമുണ്ടായേക്കാം. വൃഷാലി മാതാവ് രാധയും പിതാവ് അതിരഥനും പറഞ്ഞ കാര്യങ്ങൾ കർണനെ അറിയിച്ചു. കർണൻ ഇതെല്ലാം കെട്ടി ഞെട്ടിത്തെറിച്ചു പോയി. അവന് തല കറങ്ങുന്നത് പോലെ തോന്നി. ചുറ്റും അന്ധത പരന്നു. അവൻ ഇപ്പോൾ കേട്ടതൊന്നും സത്യമാകല്ലേ എന്ന് ആഗ്രഹിച്ചു. വൃഷാലി തന്നോട് ഒരിക്കലും കള്ളം പറയില്ലെന്നറിയാം. അവൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ സംഭവിച്ചിരിക്കാം. അല്ലാതെ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. തന്നെ അവളിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി അവൾ പറയുന്ന നുണയാണോ എന്ന് പോലും കർണന് തോന്നി. അതുമല്ലെന്ന് പിന്നീട് അവന് മനസ്സിലായി. കർണൻ അവളുടെ നേത്രങ്ങളിൽ നോക്കി നിന്നു. അവനപ്പോൾ തനിച്ചിരിക്കണമെന്ന് തോന്നി. അവൻ അവളോട് കുറച്ചു സമയം തനിക്ക് തനിച്ചിരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കർണൻ നേരെ പോയത് ഗംഗാതീരത്തേക്കാണ്. രാധേ കർണൻ അടുത്ത അധ്യായത്തിൽ തുടരും.